ഹായ് എവ്രി വൺ, വെൽക്കം ടു കരിയർ മേക്കർ. നമ്മൾ ഇന്ന് കറണ്ട് അഫയേഴ്സ് ജൂൺ മന്തിലെ കറണ്ട് അഫയേഴ്സ് ആണ് നോക്കാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് വീക്ക് ഓഫ് ജൂൺ കേട്ടോ, ജൂൺ 1 ടു ജൂൺ 7 വരെയുള്ള ഫസ്റ്റ് വീക്ക് ഓഫ് ജൂണിലുള്ള കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, നമ്മുടെ SSC എക്സാംസ് ആണെങ്കിലും ബാങ്ക് എക്സാംസ് ആണെങ്കിലും അതുപോലെ തന്നെ വേറെ ഏത് സെൻട്രൽ ഗവൺമെന്റ് എക്സാംസ് നോക്കുന്ന സമയത്തും ഒരു അത്യാവശ്യം ഒരു 2 മുതൽ 3 ക്വസ്റ്റ്യൻ വരെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഏരിയ ആണ് ഈ പറയുന്ന കറണ്ട് അഫയേഴ്സ് എന്നുള്ളത്. സോ കറണ്ട് അഫയേഴ്സ് പഠിച്ചു പോകാൻ ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. സോ ഡെയിലി നമ്മൾ ഈ PDF-കളും അല്ലെങ്കിൽ ഡെയിലി നമ്മൾ ഈ കറണ്ട് അഫയേഴ്സിന്റെ വീഡിയോ ഒക്കെ കണ്ട് പ്രോപ്പർ ആയിട്ട് എഴുതി വെക്കുന്നതിന് പകരം വീക്ക്ലി കമ്പൈലേഷനോ അതല്ലെങ്കിൽ മന്ത്ലി കമ്പൈലേഷനോ കാണുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് 2025 ജൂണിലെ ഫസ്റ്റ് വീക്ക് ഓഫ് ജൂണിലുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. ഓക്കെ, സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഇനോഗ്രേറ്റ്സ് 1520 crore ഇൻഡോർ മെട്രോ സൂപ്പർ പ്രയോറിറ്റി കോറിഡോർ. അല്ലെ, നമ്മുടെ മെട്രോയുമായി ബന്ധപ്പെട്ട ഒരു റീസെന്റ് അപ്ഡേഷൻ ആണ് വന്നിട്ടുള്ളത്. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇനാഗുറേറ്റ് ചെയ്തിട്ടുണ്ട്. എന്ത് ഇനാഗുറേറ്റ് ചെയ്തിട്ടുണ്ട്? ഫസ്റ്റ് ഓപ്പറേഷണൽ സ്ട്രെച്ച് ഓഫ് ഇൻഡോർ മെട്രോ ഫ്രം ഭോപ്പാൽ. ഓക്കെ, ഭോപ്പാലിൽ നിന്നുള്ള ഫസ്റ്റ് ഇൻഡോർ മെട്രോ പുള്ളി എന്ത് ചെയ്തിട്ടുണ്ട്? പുള്ളി ഇനാഗുറേറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ കൂടെ നമ്മൾ 1-2 ഡീറ്റെയിൽസ് അധികം അറിഞ്ഞു വെക്കേണ്ടതുണ്ട്. അതായത് ഇത് ഏകദേശം 6 കിലോമീറ്റേഴ്സിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഈ പറയുന്ന ഇൻഡോർ റെയിൽ മെട്രോ എന്നുള്ളത്. ഇൻഡോർ മെട്രോ റെയിൽ എന്നുള്ളത് 6 കിലോമീറ്റർ വരുന്ന പ്രോപ്പർട്ടിയാണ്. അതുപോലെ തന്നെ ഇത് മെയ് 31 എന്ത് ചെയ്തത്? ഓപ്പറേഷനിൽ വരുന്നത്. മെയ് 31 ഇതിന്റെ ഇനോഗ്രേഷൻ നടക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇൻഡോർ എന്ന് പറയുന്നത് നമുക്കറിയാം സ്റ്റാറ്റിക് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇൻഡോർ എന്ന് പറയുന്നത് എന്താ? ഇന്ത്യയിലുള്ള വൺ ഓഫ് ദ മോസ്റ്റ് ക്ലീനസ്റ്റ് സിറ്റി ഓഫ് ഇന്ത്യ ആണ്. മനസ്സിലായോ? ഇന്ത്യയിലുള്ള ഏറ്റവും അധികം അത്യാവശ്യം ക്ലീൻ ആയിട്ടുള്ള ക്ലീനസ്റ്റ് സിറ്റി എന്ന് ഇന്ത്യയിൽ അറിയപ്പെടുന്ന സ്ഥലമാണ് ഇത്, ഇൻഡോർ എന്നുള്ളത്. സോ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി റീസെന്റ് ആയിട്ട് എന്ത് ഇനാഗുറേറ്റ് ചെയ്തിട്ടുണ്ട്? ഇൻഡോർ മെട്രോ സൂപ്പർ പ്രയോറിറ്റി കോറിഡോർ ഇനാഗുറേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് 6 കിലോമീറ്റേഴ്സിൽ പറന്ന് കിടക്കുന്ന 6 കിലോമീറ്റേഴ്സിൽ അകത്ത് വരുന്ന ഏകദേശം 5 സ്റ്റേഷൻസ് കവർ ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് ഈ ഇൻഡോർ മെട്രോ സൂപ്പർ പ്രയോറിറ്റി കോറിഡോർ എന്നുള്ളത്. ഓക്കെ, അതുപോലെ ഇൻഡോർ എന്ന് പറയുന്നത് എന്ത് കൂടിയാണ്? ക്ലീനസ്റ്റ് സിറ്റി ഓഫ് ഇന്ത്യ കൂടിയാണ് ഇൻഡോർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, സോ 6 കിലോമീറ്റർ ഓഫ് ലെങ്ത് ആണ് വരുന്നത്. അതുപോലെ തന്നെ 5 സ്റ്റേഷനിലാണ് ഇത് വരുന്നത്. ഓക്കെ, മൂവിങ് ടു നെക്സ്റ്റ് വൺ. ഓക്കെ, നെക്സ്റ്റ് വൺ. അരുണാചൽ CM ലോഞ്ചസ് 750 crore എഡ്യൂക്കേഷൻ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ്. അല്ലെ, നമുക്കറിയാം നമ്മൾ ഏത് എക്സാംസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും സ്കീംസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്കീംസ്, സെൻട്രൽ ഗവൺമെന്റ് സ്കീംസ് പ്രത്യേകിച്ചും സ്റ്റേറ്റ് സ്കീമിനെക്കാളും കുറച്ചും കൂടി അധികം SSC ബാങ്ക് എക്സാംസിന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ? സെൻട്രൽ ഗവൺമെന്റ് സ്കീംസ് ആണ്. അല്ലെ, സോ സെൻട്രൽ ഗവൺമെന്റ് സ്കീംസിനെ പറ്റിയാണ് പറയുന്നത്. സ്റ്റേറ്റ് ഗവൺമെന്റ് സ്കീമിനെ പറ്റി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അരുണാചൽ ചീഫ് മിനിസ്റ്റർ ലോഞ്ചസ് 750 crore എഡ്യൂക്കേഷൻ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്. ഓക്കെ, സോ ഇതിനകത്ത് നമ്മൾ കുറച്ചധികം ഡീറ്റെയിൽസ് കവർ ചെയ്യേണ്ടതുണ്ട്. ചീഫ് മിനിസ്റ്റർ ഓഫ് അരുണാചൽ പ്രദേശ് ആരാ? പേമ കന്തു എന്ന് പറയുന്ന വ്യക്തിയാണ് ചീഫ് മിനിസ്റ്റർ ഓഫ് അരുണാചൽ പ്രദേശ്. ഓക്കെ, ഇതിന്റെ ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ്? 750 crore ആണ് ഇതിന്റെ ഇൻവെസ്റ്റ്മെന്റ് വരുന്നത്. ക്ലിയർ? ഇനി ഇതിന്റെ മേജർ ഫോക്കസ്, ഈ ഒരു സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിലൂടെ അരുണാചൽ ചീഫ് മിനിസ്റ്റർ ഉദ്ദേശിക്കുന്ന എന്താണ്, അല്ലെങ്കിൽ ഈ ഒരു സ്കീമിന്റെ പ്രധാന ഉദ്ദേശം അല്ലെങ്കിൽ എയിം എന്താണെന്നാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. മേജർ ഫോക്കസ് ഓൺ അപ്ഗ്രേഡിംഗ് സ്കൂൾസ് ആൻഡ് ഹോസ്റ്റൽസ് ഓഫ് അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശിലുള്ള മേജർ ആയിട്ടുള്ള സ്കൂളുകളുടെയും ഹോസ്റ്റലിന്റെയും ഫെസിലിറ്റീസ് അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ത് ചെയ്യാണ്? ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ പറയുന്ന നമ്മുടെ എഡ്യൂക്കേഷൻ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ടിന്റെ മേജർ ഉദ്ദേശം എന്ന് പറയുന്നത്. ഓക്കെ, കൂടുതൽ ഫർദർ ഫണ്ടിങ്ങിന് ഡീറ്റെയിൽസ് ഒക്കെ അധികം കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ SSC എക്സാംസ് ഒക്കെ നോക്കുന്ന സമയത്ത് കുറച്ചധികം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട സാധനമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സെൻട്രൽ ഗവൺമെന്റ് സ്കീംസ് എന്നുള്ളത്. സോ അതുമായി ബന്ധപ്പെട്ട് 1-2 സ്കീംസ് ഞാൻ പറഞ്ഞുതരാം, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. റീസെന്റ് എക്സാംസിൽ ചോദിച്ചിട്ടുള്ളതാണ്. PM സൂര്യഘർ എന്നുള്ളതാണ് ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നുള്ളത്. PM സൂര്യഘർ സ്കീം. ഓക്കെ, ഇത് ഓരോരോ വീടുകളിലും സോളാർ പാനലുകൾ ഫിക്സ് ചെയ്യുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു സ്കീമാണ്. അതുപോലെ മറ്റൊന്നാണ് PM ആവാസ് യോജന എന്നുള്ളത്. ഓക്കെ, PM ആവാസ് യോജന എന്നുള്ളത് അത് റൂറൽ ഹൗസ് ഹോൾഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു സ്കീമാണ്. അതുപോലെ തന്നെ PM ഫസൽ ബീമ യോജന എന്നുള്ളതുകൊണ്ട് അത് ഫാമേഴ്സുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊക്കെയാണ് കോമൺ ആയിട്ട് ചോദിച്ചു വരുന്നത്. അതുപോലെ തന്നെ വേറെ ഒന്നുകൂടെ PM ശ്രം യോഗി മാൻധൻ, അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. PM SYM എന്ന് പറയും, അതായത് അൺഓർഗനൈസ്ഡ് സെക്ടറിലുള്ള ആൾക്കാർക്ക് ചെറിയൊരു ഫിനാൻഷ്യൽ ബാക്കപ്പ് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു സ്കീമാണ് ഇത്. ഈ 4 എന്ത് ചെയ്തിരിക്കാം? ഇതൊക്കെ റീസെന്റ് ആയിട്ട് സെൻട്രൽ ഗവൺമെന്റ് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള സ്കീംസ് ആണ്. സോ ഇതൊക്കെ ഒന്ന് മൈൻഡിൽ വെച്ചോളൂ.
ഓക്കെ, സോ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അരുണാചൽ ഗവൺമെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു റീസെന്റ് ആയിട്ട് ഒരു സ്കീം അനൗൺസ് ചെയ്തിട്ടുണ്ട്. ആ സ്കീമിൽ അപ്രോക്സിമേറ്റ്ലി 750 crores ആണ് അവരുടെ ഇൻവെസ്റ്റ്മെന്റ് വരുന്നത്. എന്തിനു വേണ്ടിയിട്ടുള്ള സ്കീമാണ്? സ്കൂൾസും ഹോസ്റ്റൽസും അല്ലെ, അരുണാചൽ പ്രദേശിലുള്ള സ്കൂളുകളും ഹോസ്റ്റലുകളും ഒന്ന് അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത സ്കീമാണ് ഈ പറയുന്ന 750 crores ഈ പ്രോജക്ട്. മൂവിംഗ് ടു നെക്സ്റ്റ് വൺ. അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചോളാം. സെറീന വില്യംസ് awarded the Princess of Asturias Award for Sports 2025 അല്ലെ, 2025 പ്രിൻസസ് ഓഫ് അസ്റ്റൂരിയസ് അവാർഡ് എന്ന് പറയുന്ന അവാർഡ് ആർക്ക് കിട്ടിയിട്ടുണ്ട്? സെറീന വില്യംസിന് കിട്ടിയിട്ടുണ്ട്. ഈ സെറീന വില്യംസ് എന്ന് പറയുന്നത് ആരാണ്? അത്യാവശ്യം ഓണർഡ് ആയിട്ടുള്ള ഒരു ടെന്നീസ് പ്ലെയർ ആണ് അല്ലെ. ഇനി ഇവർക്ക് ഈ അസ്റ്റൂറിയൻ അവാർഡ് എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ അസ്റ്റൂറിയൻ അവാർഡ് എന്ന് പറയുന്നത് കൊടുക്കുന്നതിന് പുറകിലുള്ള ഉദ്ദേശം നിങ്ങൾ ജസ്റ്റ് ഈ PDF കംപ്ലീറ്റ് ഞാൻ ഇപ്പം ഫുൾ പറയുന്നില്ല. ജസ്റ്റ് നിങ്ങളത് ടൈം കിട്ടുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് ഒന്ന് വായിച്ചോളാം. റെലവെന്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഞാനിപ്പോ പറഞ്ഞുതരാം. ഓക്കെ, ഈ പ്രിൻസസ് ഓഫ് അസ്റ്റൂറിയസ് അവാർഡ് എന്ന് പറയുന്നത് ഇവർക്ക് റീസെന്റ് കിട്ടിയിട്ടുള്ള ഒരു അക്രഡിഷൻ ആണ്. 2025 പ്രിൻസസ് ഓഫ് അസ്റ്റൂറിയസ് അവാർഡ് വൺ ബൈ ആരാണ്? അമേരിക്കൻ ടെന്നീസ് ലെജൻഡ് സെറീന വില്യംസ്. ഓക്കെ, ഇതെന്ന് പറയുന്നത് എന്താണ്? സ്പെയിനിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു അവാർഡാണ്. സോ ഇത് ഓഫർ ചെയ്യുന്ന രാജ്യം ഏതാണ്? സ്പെയിൻ ആണെന്ന് നമുക്ക് മനസ്സിലായി അല്ലെ. ഇനി അതുപോലെ തന്നെ ഈ അസ്റ്റൂറിയസ് അവാർഡിന് ക്യാഷ് പ്രൈസ് ആയിട്ട് കിട്ടുന്നത് അപ്രോക്സിമേറ്റ്ലി എന്താണ്? 50,000 euro ആണ് ഇതിന്റെ ക്യാഷ് പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, 50,000 euros ആണ് ഇതിന്റെ ക്യാഷ് പ്രൈസ് വരുന്നത്. ആൻഡ് ഈസ് awarded annually in Oviedo, സ്പെയിൻ. സ്പെയിനിലെ ഒവീഡിയോ എന്ന് പറയുന്ന സ്ഥലത്ത് ഓരോ വർഷമാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന സെറിമണിയിൽ ഈ ക്യാഷ് പ്രൈസ് ഓഫ് 50,000 euros ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലത്തെ സെറീന വില്യംസിനെ പറ്റി നമ്മൾ പഠിച്ചിരിക്കേണ്ട വേറൊരു സ്റ്റാറ്റിക് പോയിന്റ് ആണെന്ത്? ഷീ ഈസ് ഏജ്ഡ് 43 ആൻഡ് ഹാസ് won 73 കരിയർ സിംഗിൾ ടൈറ്റിൽസ്. അവരുടെ കരിയറിലുടനീളം ഈ 43 ഇയേഴ്സിനകത്ത് തന്നെ അവരുടെ കരിയറിലുടനീളം അവർ എന്ത് ചെയ്തിട്ടുണ്ട്? 73 സിംഗിൾ ടൈറ്റിൽസ് വോൺ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 23 ഗ്രാൻഡ് സ്ലാം ടൈറ്റിൽസ് അവർ എന്ത് ചെയ്തിട്ടുണ്ട്? വോൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് സക്സസ്ഫുൾ ടെന്നീസ് പ്ലെയർ ഗ്ലോബലി. അങ്ങനെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, 73 സിംഗിൾ ടൈറ്റിൽസും അതുപോലെ തന്നെ 23 ഗ്രാൻഡ് സ്ലാം ടൈറ്റിൽസും അവർ വോൺ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അവർക്ക് കിട്ടിയ അവാർഡ് ഏതാണ്? പ്രിൻസസ് ഓഫ് അസ്റ്റൂരിയസ് അവാർഡ് ഫോർ സ്പോർട്സ് 2025 അല്ലെ. ഇത് അവാർഡ് ചെയ്യുന്ന രാജ്യം ഏതാണ്? സ്പെയിൻ ആണ്. ക്ലിയർ ആണല്ലോ. അപ്പോ ഇതും കൂടി ഇത് വൺ ഓഫ് ദ മേജർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചോളാം. മൂവിംഗ് ഫോർവേഡ്. President confers Florence Nightingale Award 2025 to 15 nursing professionals. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ഇങ്ങനത്തെ കറണ്ട് അഫയേഴ്സോ അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റിക് GK ക്വസ്റ്റ്യൻ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ കാണുന്ന സെന്റൻസിനകത്ത് ഇപ്പം ഇവിടെ ഇതൊരു ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഫ്ലോറൻസ് നൈറ്റിംഗൽ അവാർഡ്സ് 2025 പെട്ടെന്ന് ഇപ്പം പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 1 year പ്രിപ്പറേഷൻ ഇരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ പുള്ളിക്ക് അറിയണം എന്നില്ല എന്താണ് ഈ ഫ്ലോറൻസ് നൈറ്റിംഗൽ അവാർഡ് എന്നുള്ളത്. സോ ആദ്യം എന്ത് ചെയ്യണം? നിങ്ങൾ ഈ ഫ്ലോറൻസ് നൈറ്റിംഗൽ അവാർഡ് എന്താണ്, എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം ഏതാണ്, അല്ലെങ്കിൽ ഇത് കൊടുക്കുന്നത് ഏത് രാജ്യമാണ്, കൊടുക്കുന്നത് ഏത് മിനിസ്ട്രി ആണ് എന്നുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ആദ്യം നോട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഈ ഫ്ലോറൻസ് നൈറ്റിംഗൽ അവാർഡ് എന്ന് പറയുന്ന ഈ ഒരു നൈറ്റിംഗൽ അവാർഡ് കൊടുക്കുന്ന ആർക്കാണ്? നഴ്സിംഗ് പ്രൊഫഷണൽസിനാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. മനസ്സിലായോ? അതുപോലെ തന്നെ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഇയർ എന്ന് പറയുന്നത് 1973 ആണ്. 1973 എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ഫ്ലോറൻസ് നൈറ്റിംഗൽ അവാർഡ് ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അണ്ടർ ദ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ. അറിയാലോ നഴ്സിംഗ് പ്രൊഫഷണൽസ് എന്ന് പറയുമ്പോൾ ഏതിന് അണ്ടറിലാണ് വരുന്നത്? മിനിസ്ട്രി ഓഫ് ഹെൽത്തിന് അണ്ടറിലാണ് വരുന്നത് അല്ലെ. ഇനി ഈ നൈറ്റിംഗൽ അവാർഡ് കിട്ടുന്ന ഒരാൾക്ക് എന്താണ് അവർക്ക് ഇൻ റിട്ടേൺ, ആ റെസിപ്പിയന്റിന് എന്തൊക്കെയാണ് കിട്ടുന്നത്? മനസ്സിലായോ? ഇവർക്ക് ലഭിക്കുന്നത് അപ്രോക്സിമേറ്റ്ലി 1 lakh rupees എന്താണ്? ക്യാഷ് പ്രൈസും അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു മെഡലുമാണ് ഇവർക്ക് കിട്ടുന്നത്. 1 lakh rupees ക്യാഷ് പ്രൈസും അതുപോലെ തന്നെ ഒരു മെഡൽ, ആ രാജ്യത്തിന്റെ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാൻ വേണ്ടിയിട്ട് ഇവർ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു മെഡൽ കൂടി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെ 2025 ഏകദേശം 15ഓളം നഴ്സിംഗ് പ്രൊഫഷണൽസിന് ഇവർ എന്ത് ചെയ്തു? ഈ പറയുന്ന ഫ്ലോറൻസ് നൈറ്റിംഗൽ അവാർഡ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ് എന്ത് ചെയ്യുന്നത്? ഇത് പ്രസന്റ് ചെയ്യുന്നത്, അവർക്ക് വേണ്ടി പ്രസന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ അല്ലെ, ദ്രൗപദി മുർമു. നമുക്ക് എല്ലാവർക്കും അറിയാം, ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ മിസ് ദ്രൗപദി മുർമു കൺഫേർഡ് ദ നാഷണൽ ഫ്ലോറൻസ് നൈറ്റിംഗൽ അവാർഡ് 2025 അല്ലെ. 15 പേർക്ക് ഇവർ ഇത് കൊടുത്തിട്ടുണ്ട്. ക്ലിയർ? അതിന്റെ ഫർദർ ഡീറ്റെയിൽസ് ആണ്, അവാർഡീസിന്റെ ഡീറ്റെയിൽസ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി, പഠിക്കണമെന്ന് ഞാൻ നിർബന്ധം പറയുന്നതിന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, ഇനി ഇത് ഹെൽഡ് ചെയ്തത് എവിടെ വെച്ചിട്ടാണ് നടന്നത്? രാഷ്ട്രപതി ഭവനിൽ വെച്ചിട്ടാണ് ദ്രൗപദി മുർമു, ഈ പറയുന്ന നമ്മുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ദ്രൗപദി മുർമു, ഈ പറയുന്ന 15 നഴ്സിംഗ് പ്രൊഫഷണൽസിന് ഇങ്ങനെ ഒരു അവാർഡ് ഇവർ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സോ ഫ്ലോറൻസ് നൈറ്റിംഗൽ അവാർഡ് എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം ഏതാണ്? 1973 ആണ്, അണ്ടർ ദ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ.
ഇവർക്ക് കിട്ടുന്ന എന്താണ് അപ്രോക്സിമേറ്റ്ലി 1 lakh rupees ക്യാഷ് പ്രൈസ് ആണ് ഇവർക്ക് കിട്ടുന്നത്. അതിന്റെ കൂടെ തന്നെ രാജ്യത്തിന്റെ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇവർക്ക് ഒരു മെഡൽ കൂടെ ഇന്ത്യ കൊടുക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ. ഡൽഹി ഗവൺമെന്റ് ഫൈനലൈസസ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഫോർ മഹിളാ സമൃദ്ധി യോജന. ഓക്കെ, മഹിളാ സമൃദ്ധി യോജനയ്ക്ക് വേണ്ടിയിട്ട് ഉള്ള ക്രൈറ്റീരിയ എന്താണ്, എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണെന്നുള്ളത് എന്ത് ചെയ്തിട്ടുണ്ട്, ഡൽഹി ഗവൺമെന്റ് ഫൈനലൈസ് ചെയ്തിട്ടുണ്ട്. സോ എന്താണ് ഈ മഹിളാ സമൃദ്ധി യോജന? ഓക്കെ, എന്താണ് ഈ മഹിളാ സമൃദ്ധി യോജന? എന്താണ് ഈ മഹിളാ സമൃദ്ധി യോജന? അതായത് ബാക്ക്വേർഡ് ആയിട്ട് നിൽക്കുന്ന ഫാമിലിയിലുള്ള സ്ത്രീകൾക്ക് വേണ്ടി ഒരു ഫിനാൻഷ്യൽ അലവൻസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്ന പ്രോഗ്രാം ആണത് ഈ മഹിളാ സമൃദ്ധി യോജന. നമുക്ക് അതിന്റെ എലിജിബിലിറ്റി ഫർദർ ചെക്ക് ചെയ്യാം. അതായത് ഇറ്റ് എയിംസ് ടു പ്രൊവൈഡ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഓഫ് ₹2500, അല്ലെ, 2500 രൂപ ഓരോ മാസവും പാവപ്പെട്ട സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അപ്രോക്സിമേറ്റ്ലി 2500 rupees ഇവർ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ആ പറയുന്ന സ്കീമാണെന്ത്, നമ്മുടെ മഹിളാ സമൃദ്ധി യോജന എന്നുള്ളത്. ഓക്കെ, ഇനി ദ സ്കീം വിൽ ബെനിഫിറ്റ് ഓൺലി 1 woman പെർ ഫാമിലി. ഒരു ഫാമിലിയിലുള്ള ഒരു സ്ത്രീക്ക് മാത്രം എന്ത് ചെയ്യുള്ളൂ, ഈ പറയുന്ന ഒരു ബെനിഫിറ്റ് കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ ഇവർ എന്തായിരിക്കണം, ഡിഫൈൻഡ് ആസ് ഹസ്ബൻഡ്, വൈഫ് ആൻഡ് ചിൽഡ്രൻ. മനസ്സിലായോ? ഒരു ഫാമിലിയിലുള്ള ഒരു സ്ത്രീക്ക് മാത്രം എന്ത് ചെയ്യുന്നുള്ളൂ, ഈ ഒരു സ്കീം ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അങ്ങനെയാണ് അതിന്റെ എലിജിബിലിറ്റി വരുന്നത്. ഇനി ഏജിന്റെ കാര്യം കൂടെ പറയുന്നുണ്ട്. 21 to 60 years old, 21 വയസ്സ് തൊട്ട് 60 വയസ്സ് വരെയുള്ള ഒരു ഫാമിലിയിലെ ഒരു സ്ത്രീക്ക് ഓക്കെ ഇത് ലഭിക്കുന്നതാണ്. ഇനി കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടും കൂടെ അവർ പറയുന്നുണ്ട്. അതായത് ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഈ എലിജിബിൾ ഏജ് ഗ്രൂപ്പ് പറയുന്നതിന്റെ കൂടെ തന്നെ ആനുവൽ ഫാമിലി ഇൻകം 2.5 lakhs എക്സീഡ് ചെയ്യാൻ പാടില്ല. പ്രതിവർഷം വരുമാനം എന്ത് ചെയ്യാൻ പാടില്ല, 2.5 ലക്ഷത്തിൽ കൂടുതൽ, അതിൽ 2,50,000 മുകളിൽ എന്ത് ചെയ്യാൻ പാടില്ല, പോവാൻ പാടില്ല. അതാണ് നമ്മുടെ ഡൽഹി ഗവൺമെന്റിന്റെ ഈ മഹിളാ സമൃദ്ധി യോജനയിൽ ഇവർ ഫൈനലൈസ് ചെയ്തിട്ടുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി ഈ എന്തുകൊണ്ടാണ് ഈ 21 മുതൽ 60 വരെ ഇവരാക്കിയത്? എന്തുകൊണ്ടാണ്? 60 വയസ്സ് കഴിഞ്ഞ് ജീവിക്കുന്ന സ്ത്രീകളും കാണുമല്ലോ, അപ്പൊ ഇവർക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കിട്ടില്ലേ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ, അല്ലെ? സോ ഈ 60 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇവരെന്താവും, ഓൾഡ് ഏജ് പെൻഷൻ സ്കീമിന്റെ അണ്ടറിൽ വരും. അതുകൊണ്ട് ഇവരെന്താവൂല, എലിജിബിൾ ആയിരിക്കില്ല. ഓക്കെ, ഇനി കുറച്ചും കൂടെ അധികം എന്താ പറയാ ക്രൈറ്റീരിയസ് ഇവിടെ പറയുന്നുണ്ട്. ഇവരെന്ത് ചെയ്യാൻ പാടില്ല, ഗവൺമെന്റ് എംപ്ലോയീസ് ആവാൻ പാടില്ല, സെൻട്രൽ ഗവൺമെന്റ് ആയിക്കോട്ടെ സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിക്കോട്ടെ ഗവൺമെന്റ് എംപ്ലോയീസ് ആവാൻ പാടില്ല, ടാക്സ് അടയ്ക്കുന്നവരാവാൻ പാടില്ല, അതുപോലെ തന്നെ ഓൾറെഡി ഏതെങ്കിലും രീതിയിലുള്ള പെൻഷൻ ലഭിക്കുന്നവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ പറയുന്ന മഹിളാ സമൃദ്ധി യോജനയ്ക്ക് എലിജിബിലിറ്റി ഉണ്ടായിരിക്കുന്നതല്ല. മനസ്സിലായല്ലോ? അപ്പം പ്രതിമാസം ഏകദേശം 2,500 രൂപ വരെ എന്ത് ചെയ്യുന്നുണ്ട്, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്നതാണ് എന്ത്, മഹിളാ സമൃദ്ധി യോജന എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ വളരെ ഇമ്പോർട്ടന്റ് ആണ്, എന്തായാലും നോട്ട് ചെയ്ത് വെച്ചോളാം. എന്താ പറയാ, നമ്മുടെ അപ്കമിങ് RRB, SSC, IBPS എന്നൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മിസ് വേൾഡ് 2025 ടൈറ്റിൽ ആരാണ് വോൺ ചെയ്തത്, അല്ലെ? ഒപാൽ സുജാത എന്ന് പറയുന്ന വ്യക്തിയാണ് എന്ത് ചെയ്തത്, ഈ മിസ് വേൾഡ് 2025 വോൺ ചെയ്തിട്ടുള്ളത്. ഓക്കെ, മിസ് വേൾഡ് 2025 വോൺ ബൈ ഒപാൽ സുജാത. ഒപാൽ സുജാത ഏത് സ്ഥലത്തിലുള്ള ആളാണ്? തായ്ലാന്റ് എന്ന് പറയുന്ന രാജ്യത്തിലുള്ള ആളാണ്. വാസ് ക്രൗണ്ട് മിസ് വേൾഡ് 2025 at the 72nd മിസ് വേൾഡ് പേജന്റ്, അല്ലെ? 72ാമത് നടന്നത് 2025-ലാണ് 72ാമത്തെ മിസ് വേൾഡ് പേജന്റ് നടന്നത്. ആ 72ാമത്തെ മിസ് വേൾഡ് പേജന്റിന് വിന്നർ ആയതാരാണ്? ഒപാൽ സുജാത എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇനി വേറൊരു അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റാറ്റിക് ക്വസ്റ്റ്യൻ ആണത്, ഇതിന്റെ വെന്യൂ എവിടെയായിരുന്നു എന്നുള്ളത്. മനസ്സിലായോ? ഈ മിസ് വേൾഡ് 2025 ഹോസ്റ്റ് ചെയ്ത കൺട്രി ഏതായിരുന്നു? ഹിറ്റെക്സ് എക്സിബിഷൻ സെന്റർ. കേട്ടല്ലോ, ഹിറ്റെക്സ് എക്സിബിഷൻ സെന്റർ, HITEX, ഹിറ്റെക്സ് എക്സിബിഷൻ സെന്റർ വിച്ച് ഇസ് അറ്റ് ഹൈദരാബാദ്. ഹൈദരാബാദിലുള്ള ഹിറ്റെക്സ് എക്സിബിഷൻ സെന്ററിലാണ് ഈ പറയുന്ന ഒപാൽ സുജാത വിൻ ചെയ്തിട്ടുള്ള മിസ് വേൾഡ് 2025 ഹോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇന്ത്യയിലാണ്, അല്ലെ? ഹൈദരാബാദിലെ ഹിറ്റെക്സ് എക്സിബിഷൻ സെന്ററിലാണ് ഇത് ഹോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി 72nd മിസ് വേൾഡ് കഴിഞ്ഞു, അല്ലെ? 2025 കഴിഞ്ഞു. സോ നെക്സ്റ്റ് ഇയർ, അതായത് 2026 ഈ മിസ് വേൾഡ് എവിടെ വെച്ച് നടക്കും? നമ്മൾ ഈ ഒളിമ്പിക്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. 2020 ഒരു ഒളിമ്പിക്സ് നടന്നു, 2024 ഒളിമ്പിക്സ് നടന്നു, ഈ 28, 32 അപ്കമിങ് ഇയേഴ്സിലൊക്കെ ഈ ഒളിമ്പിക്സ് എവിടെ വെച്ച് ഹോസ്റ്റ് ചെയ്യും എന്നുള്ളത് ഇവർ എന്ത് ചെയ്യും, മുമ്പേ കൂട്ട തീരുമാനിക്കും. ഒളിമ്പിക് കമ്മിറ്റി എന്ത് ചെയ്യും, ഇവർ തീരുമാനിക്കും. മനസ്സിലായോ? ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി തീരുമാനിക്കുന്നുണ്ട്. സോ അതുപോലെ തന്നെ നെക്സ്റ്റ് ഇയറിൽ മിസ് വേൾഡ് എവിടെ നടക്കണം എന്നുള്ളത് ഇവർ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും ഇവര് ചിന്തിച്ചു വയ്ക്കും. സോ 2026 73rd മിസ് വേൾഡ് കേട്ടോ, 73ാമത്തെ മിസ് വേൾഡ് എവിടെ വെച്ച് നടക്കുന്നത്? ബോട്സ്വാനയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ബോട്സ്വാന. ഓക്കെ, ബോട്സ്വാന എവിടെയാണ്? ഇറ്റ്സ് എ സൗത്ത് ആഫ്രിക്കൻ
നേഷൻ. ഓക്കെ, സൗത്ത് ആഫ്രിക്കയിലുള്ള ബോട്സ്വാന എന്ന് പറയുന്ന സ്ഥലത്താണ് 73rd മിസ് വേൾഡ് നടക്കാൻ പോകുന്നത്. 2026 നടക്കാൻ പോകുന്നത്. ഇനി ചെറിയൊരു കാര്യം കൂടി പറഞ്ഞുതരാം. 2008 ശേഷം, ഓക്കെ, 2008 ശേഷം ഫസ്റ്റ് ടൈമാണ് എന്ത് ചെയ്യുന്നത്, ഈ ബോട്സ്വാന അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്കൻ ഒരു രാജ്യത്ത്, സൗത്ത് ആഫ്രിക്കൻ സ്ഥലങ്ങളിൽ ആദ്യമായിട്ട് 2008 ശേഷം ആദ്യമായിട്ടാണ് ഈ ഒപാൽ സുജാത വിൻ ചെയ്തതിനു ശേഷം ആദ്യമായിട്ടാണ് മിസ് വേൾഡ് ടൈറ്റിൽ അവിടെ വെച്ച് നടക്കാൻ വേണ്ടി പോകുന്നത് 2026. ക്ലിയർ ആണല്ലോ? സോ ഇപ്പോഴത്തെ മിസ് വേൾഡ് വിന്നർ ആരാണ്? ഇപ്പോഴത്തെ മിസ് വേൾഡ് വിന്നർ ആരാണ്? ഒപാൽ സുജാത എന്ന് പറയുന്ന വ്യക്തിയാണ്. ഷീസ് എ തായ്ലൻഡ്, അല്ലെ? ഷീസ് ഫ്രം തായ്ലൻഡ്. അതുപോലെ തന്നെ 2026 ഇത് നടക്കാനിരിക്കുന്ന ബോട്സ്വാനയിലാണ്. 2008 ശേഷം എന്താണ് സൗത്ത് ആഫ്രിക്കൻ കൺട്രിയിൽ നടക്കുന്ന ആദ്യത്തെ മിസ് വേൾഡ് പേജന്റ് ആയിരിക്കും 2026 അവിടെ വെച്ച് നടക്കാൻ പോകുന്നത്. ഇനി ഇതിനകത്ത് ഇന്ത്യയുടെ പൊസിഷൻ എന്താണ് എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇന്ത്യ ഫെയിൽസ് ടു മേക്ക് ടോപ്പ് 8. ആദ്യത്തെ 8 ഇന്ത്യ എന്ത് ചെയ്തു? ആദ്യത്തെ 8 എത്താൻ ഇന്ത്യ ഫെയിൽ ചെയ്തു. ഇന്ത്യക്ക് അതിന് സാധിച്ചില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇത് അത്ര ഇമ്പോർട്ടന്റ് അല്ല, ഇന്റർനാഷണൽ ന്യൂസ് ആണ്, എന്നാലും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളാം. കരോൾ നവറോക്കി വിൻസ് പോളിഷ് പ്രസിഡൻഷ്യൽ ഇലക്ഷൻ. ഓക്കെ, കരോൾ നവറോക്കി എന്ന് പറയുന്ന വ്യക്തി പോളണ്ടിലുള്ള പ്രസിഡൻഷ്യൽ ഇലക്ഷൻ എന്ത് ചെയ്തു? ഇവര് വിൻ ചെയ്തു. കരോൾ നവറോക്കി എന്ന് പറയുന്ന വ്യക്തി പോളണ്ടിലുള്ള പ്രസിഡൻഷ്യൽ ഇലക്ഷൻ വിൻ ചെയ്തിട്ടുണ്ട്. അതാണ് അടുത്ത പോയിന്റ്. ഇത് അത്ര റെലവെന്റ് ആയിട്ടുള്ള പോയിന്റ് അല്ല, ഇന്റർനാഷണൽ ന്യൂസ് ആണ്. ബട്ട് സ്റ്റിൽ ഒന്ന് ഓർത്തിരിക്കുക. പ്രസിഡന്റ് ആയതുകൊണ്ട് ചിലപ്പം ചോദിച്ചേക്കാം, റീസെന്റ് ന്യൂസ് ആയതുകൊണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ, വെരി ഇമ്പോർട്ടന്റ്. IEPFA and SEBI launches its first നിവേശക് ശിവിർ in Pune. എന്താണ് ഈ നിവേശക് ശിവിർ എന്ന് പറയുന്നത്? അതായത് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിന്റെ അണ്ടറിൽ വരുന്ന 2 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഇത്, IEPFA-യും SEBI-യും. ഓക്കെ, വേറെയും പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. സോ അതുപോലെ അതിനകത്തുള്ള 2 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് അത്, ഈ IEPFA എന്ന് പറയുന്നതും അതുപോലെ തന്നെ SEBI എന്ന് പറയുന്നത്. SEBI നിങ്ങൾ വളരെ കോമൺ ആയിട്ട് കേൾക്കുന്ന പേരായിരിക്കുമല്ലോ, അല്ലെ? ദ സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, അല്ലെ? അതാണ് SEBI. SEBI എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷമാണ് 1988. ഇത് ചോദിക്കാറുണ്ട്, കോമൺ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്. SEBI ഏത് വർഷമാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? ഇറ്റ് ഇസ് എ നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡി. അതുപോലെ തന്നെ അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് എവിടെയാണ്? അറിയായിരിക്കുമല്ലോ, മുംബൈയിലാണ് അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്, അല്ലെ? അതുപോലെ തന്നെ ഇതിന്റെ റീസെന്റ് ആയിട്ടുള്ള ഒരു അപ്ഡേഷൻ ആയിരുന്നു, ഇതിന്റെ ചെയർമാൻ ആണ്. എനിക്ക് തോന്നുന്നു മാർച്ച് മാസം 2025 മാർച്ചിലാണ് ചെയർമാൻ അപ്ഡേറ്റ് ആയത്. ചെയർപേഴ്സൺ, ഇപ്പോഴത്തെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് തുഹിൻ കന്ത പാണ്ഡെ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഓക്കെ, തുഹിൻ കന്ത പാണ്ഡെ എന്ന് പറയുന്ന വ്യക്തിയാണെന്ത് ഇതിന്റെ റൈറ്റ് നൗ ഇതിന്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. ഓക്കെ, എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം ഏതായിരുന്നു? 1988. ഇനി കമ്മിങ് ടു IEPFA. എന്താണ് IEPFA? ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഫണ്ട് അതോറിറ്റി, അല്ലെ? അതാണ് അതിന്റെ ഫുൾ ഫോം വരുന്നത്. അക്രോണിം ആണെന്ത് IEPFA എന്ന് പറയുന്നത്. അത് എസ്റ്റാബ്ലിഷ് ചെയ്തത് ഏത് വർഷമാണ്? 2016 അത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഓക്കെ, ആസ് പെർ ദ കമ്പനീസ് ആക്ട്. ആൻഡ് അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് എവിടെയാണ്? ഡൽഹിയിലാണ്. ഓക്കെ, ന്യൂഡൽഹിയിലാണ് അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി എന്താണ് ഈ നിവേശക് ശിവിർ എന്ന് പറയുന്ന സംഭവം? എന്താണ് നിവേശക് ശിവിർ? നിങ്ങൾ ഈ വീഡിയോ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? പ്രോപ്പർ ആയിട്ട് ഈ PDFs ഒന്നും കൂടി ഒന്ന് ഗോ ത്രൂ ചെയ്യാം, കേട്ടോ. അപ്പം ഇച്ചിരി കൂടെ അധികം ഇൻഫർമേഷൻസ് കിട്ടാനുണ്ടാവും. റെലവെന്റ് ആയിട്ടുള്ള 1-2 പോയിന്റ് കൂടി PDF-നകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. നിങ്ങൾ അതൊന്ന് ജസ്റ്റ് ഫോളോ ചെയ്ത് പോകണം. ക്ലിയർ? ഓക്കെ, സോ IEPFA-യും SEBI-യും എന്ത് ചെയ്തിട്ടുണ്ട്? ഈ നിവേശക് ശിവിർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം അവർ ലോഞ്ച് ചെയ്യുന്നുണ്ട്. എവിടെയാണ്? പൂനെയിലാണ് ലോഞ്ച് ചെയ്തത്. എന്താണ് ഈ നിവേശക് ശിവിർ? അല്ലെ, നമ്മൾ ആ ക്വസ്റ്റ്യനോട്ടാണ് എത്തിയത്. അതായത് ഫിനാൻഷ്യൽ ലിറ്ററസിനെ എയിം ചെയ്തുകൊണ്ട്, ഓക്കെ, ഒരു ആൾക്ക് ഫിനാൻഷ്യൽ ലിറ്ററസി, ഒരാൾക്ക് സാധാരണ വിദ്യാഭ്യാസം എത്ര തന്നെ ഇമ്പോർട്ടന്റ് ആണോ അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ഫിനാൻഷ്യൽ ലിറ്ററസി എന്ന് പറയുന്നത്. സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിൽ ചെറിയ രീതിയിൽ അറിവ് ലഭിക്കുക, അല്ലെങ്കിൽ ആ ഒരു തലത്തിൽ സാക്ഷരത എന്ന് പറയുന്നത് എന്താ? അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റീസൺ ആണ്, ഒരു കാര്യമാണ്. ഓക്കെ, സോ ഈ പറയുന്ന ഫിനാൻഷ്യൽ ലിറ്ററസിനെ എയിം ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്തത്? IEPFA-യും അതുപോലെ തന്നെ SEBI-യും ഇങ്ങനൊരു പ്രോഗ്രാം മുന്നോട്ട് വെച്ചത്. സോ ഈ പ്രോഗ്രാമിലൂടെ എന്താ പറയുക, സാധാരണക്കാരനായിക്കോട്ടെ, അതുപോലെ തന്നെ ഈ കമ്പനി ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഡിവിഡൻഡ് ഹോൾഡേഴ്സ്, അതേപോലെ ROC അല്ലെങ്കിൽ രജിസ്ട്രാർ ആൻഡ് ട്രാൻസ്ഫർ ഏജൻസ്, അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ എന്തുണ്ടാവും? പല പല കാര്യങ്ങൾ അവരുടെ നല്ലപോലെ ധാരണ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? IEPFA-യും SEBI-യും കൂടെ ഒരു
പ്രോഗ്രാം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന്റെ പേരെന്താണ്? നിവേശക് ശിബിറാണ്. എവിടെ വെച്ചാണ് നടന്നത്? പൂനെയിൽ വെച്ചിട്ടാണ് നടന്നത്. അത്ര ഇമ്പോർട്ടന്റ് അല്ല, പക്ഷെ സ്റ്റിൽ ആ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ പേര് ഒന്ന് ഓർത്ത് വെച്ചിരിക്കാം. ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് വൺ നക്ഷ സ്കീം. നക്ഷ സ്കീം റീസെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ന്യൂസിൽ ഉണ്ടായിരുന്ന ഒരു സ്കീമായിരുന്നു. ഒന്ന് ഫോളോ ചെയ്ത് പോക്കോളാം. ഗവൺമെന്റ് ലോഞ്ചസ് phase 2 ഓഫ് നക്ഷ ഇനിഷ്യേറ്റീവ് ടു മോഡേണൈസ് urban ലാൻഡ് റെക്കോർഡ്സ്. ഓക്കെ, നക്ഷ എന്ന് പറയുന്ന ഒരു സ്കീം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? ടു മോഡേണൈസ് ദ അർബൻ ലാൻഡ് റെക്കോർഡ്സ്, അല്ലെ? ഏർബൻ ഏരിയാസിലുള്ള ലാൻഡ്സ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീന്റെ കാര്യങ്ങളെ പറ്റിയിട്ട് ഇച്ചിരി ധാരണ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇവർ എന്ത് ചെയ്തത്? ഇങ്ങനെ ഒരു നക്ഷ എന്ന് പറയുന്ന സ്കീം ലോഞ്ച് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഈ എന്താണ് ഈ നക്ഷ എന്ന് പറയുന്നത്? നാഷണൽ ജിയോസ്പേഷ്യൽ നോളജ് ബേസ്ഡ് ലാൻഡ് സർവേ ഓഫ് urban ഹാബിറ്റേഷൻസ്. അതാണെന്ത്? ഈ നക്ഷ എന്ന് പറയുന്നതിന്റെ ഫുൾ ഫോം. ഓക്കെ, അതായത് this initiative aims to modernize and digitize urban land records. അതായത് urban ഏരിയാസിലുള്ള സ്ഥലങ്ങളെ പറ്റിയുള്ള റെക്കോർഡ്സ് കാണുമല്ലോ, ആ റെക്കോർഡ്സിൽ എത്രത്തോളം ആക്യുറസി ഉണ്ട്, അല്ലെങ്കിൽ അതിൽ എത്രത്തോളം അഡ്വാൻസ്ഡ് ആയിട്ട് ജിയോസ്പേഷ്യൽ ടെക്നോളജീസ് യൂസ് ചെയ്തിട്ടുണ്ട്. അറിയാലോ, ജിയോ എന്ന് പറയുമ്പോൾ തന്നെ ഭൂമിയുടെ ഘടന അല്ലെങ്കിൽ ഭൂശാസ്ത്രം എന്നൊക്കെ പറയും. സോ അങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയിട്ടും അല്ലെങ്കിൽ urban ഏരിയാസിലുള്ള പ്രോപ്പർട്ടി റെക്കോർഡ്സിനും വേണ്ടിയിട്ട് അതിന്റെ ആക്യുറസിയും അതിന്റെ ആക്സസിബിലിറ്റി ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? ഇങ്ങനെ ഒരു നക്ഷ എന്ന് പറയുന്ന സ്കീം ലോഞ്ച് ചെയ്യുന്നത്. അല്ലെ, ആരാണ് ഇത് ലോഞ്ച് ചെയ്യുന്നത്? ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലാൻഡ് റിസോഴ്സസ് അണ്ടർ ദ മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ്, അല്ലെ? അവരാണ് ഇത് ലോഞ്ച് ചെയ്യുന്നത്. ക്ലിയർ? ഇനി ഇതിന്റെ ഉദ്ദേശം എന്താണ്? നമുക്കറിയാം, ഇന്ത്യന്റെ പോപ്പുലേഷൻ ചൈനയെ കടന്നു. ഇന്ത്യ എന്താ പറയാ, അത്യാവശ്യം പോപ്പുലേഷന്റെ കാര്യത്തിൽ അത്യാവശ്യം മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇന്ത്യന്റെ പോപ്പുലേഷൻ അപ്രോക്സിമേറ്റ്ലി 600 മില്യൺ കടക്കും എന്നാണ് പറയുന്നത്. 2031 ആകുമ്പോഴത്തേക്കും ഇന്ത്യന്റെ പോപ്പുലേഷൻ എന്ത് ചെയ്യും? 600 മില്യൺ ക്രോസ് ചെയ്യും. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ലാൻഡ് റെക്കോർഡ്സ്, എത്ര ആൾക്കാരുടെ പേരിൽ എത്ര സ്ഥലങ്ങളുണ്ട്, എത്ര സെന്റ് സ്ഥലം അല്ലെങ്കിൽ എത്ര ഏക്കർ സ്ഥലം ഉണ്ടെന്നുള്ള കാര്യങ്ങളിൽ പ്രോപ്പർ ആയിട്ട് ധാരണ വേണം എന്നുള്ളതാണ് ഈ പറയുന്ന പ്രോഗ്രാമിന്റെ മേജർ എയിം എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ട് ഇങ്ങനെ സംഭവിക്കുന്നത്? ടു സപ്പോർട്ട് urban പ്ലാനിങ് ആൻഡ് ഗവർണൻസ്. മനസ്സിലായോ? urban ഏരിയാസിലുള്ള ഗവൺമെന്റ് പ്രോപ്പർ കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് റൺ ചെയ്യാൻ വേണ്ടിയിട്ടും, അതുപോലെ urban പ്ലാനിങ്, ടൗൺ പ്ലാനിങ് എന്നൊക്കെ പറയുമല്ലോ, ആ സംഗതികളൊക്കെ പ്രോപ്പർ ആയിട്ട് റൺ ചെയ്ത് പോകാനും കൂടി വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇവര് ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ പ്രോഗ്രാം ഇവർ കണ്ടക്ട് ചെയ്യുന്നു. സ്കീമിന്റെ പേരെന്തായിരുന്നു? നക്ഷ എന്നാണ്. നക്ഷന്റെ ഫുൾ ഫോം എന്തായിരുന്നു? നാഷണൽ ജിയോസ്പേഷ്യൽ നോളജ് ബേസ്ഡ് ലാൻഡ് സർവേ ആൻഡ് urban ഹാബിറ്റേഷൻസ്. ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് വൺ. ഇന്ത്യ പരാഗ്വേ അഗ്രീസ് ടു സ്ട്രെങ്തൻ ടൈസ് ഇൻ ക്ലീൻ എനർജി, ഗ്രീൻ ഹൈഡ്രജൻ ആൻഡ് ബയോഫ്യൂൽ സെക്ടർസ്. റെലവെന്റ് ആണ്, ഓർത്തിരിക്കുക. ഏത് രണ്ട് രാജ്യങ്ങൾ തമ്മിലാണ് അഗ്രിമെന്റ് വെച്ചിട്ടുള്ളത്? എന്തിനു വേണ്ടി അഗ്രിമെന്റ് വെച്ചത്? ക്ലീൻ എനർജി, ഗ്രീൻ ഹൈഡ്രജൻ, ബയോഫ്യൂൽസ് എന്നാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് കൂടുതലുള്ളത്. ഓക്കെ, സ്റ്റാറ്റിക് കേട്ടോ. സോ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയും അതുപോലെ തന്നെ പരാഗ്വേ പ്രസിഡന്റ് ആയിട്ട് സാന്റിയാഗോ പെന എന്ന് പറയുന്ന വ്യക്തിയും കൂടി എന്ത് ചെയ്തിട്ടുണ്ട്? ന്യൂഡൽഹിയിൽ വെച്ചിട്ട് ഈ വക കാര്യങ്ങളെ പറ്റി, അതായത് ക്ലീൻ എനർജി, ഗ്രീൻ ഹൈഡ്രജൻ ആൻഡ് ബയോഫ്യൂൽ സെക്ടേഴ്സ് എന്നീ സെക്ടേഴ്സിനെ പറ്റിയിട്ട് കാര്യമായ ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ട്. മനസ്സിലായോ? ഈ എന്നുവെച്ചാൽ നമുക്കിപ്പം സോളാർ പവർ അല്ലെങ്കിൽ ഹൈഡ്രോ പവർ അല്ലെങ്കിൽ വിൻഡ് പവർ എന്നീ കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ഇച്ചിരി കൂടെ പ്രോഗ്രസീവ് ആയിട്ട് ചിന്തിക്കും എന്താ? ഗ്രീൻ ഹൈഡ്രജൻ, ബയോഫ്യൂൽസിന്റെ ഒക്കെ ഇമ്പോർട്ടൻസ് കൂടി വരികയാണ്. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇന്ത്യനെ എന്ത് ചെയ്യുന്നത്? ഫർദർ ആയിട്ട് മൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ത്യനെ ഫർദർ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന സാധനങ്ങൾ ഇതൊക്കെയാണ്. ഓക്കെ, സോ ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? രണ്ട് രാജ്യങ്ങൾ തമ്മിൽ പ്രോപ്പർ ആയിട്ട് കരാറ് വെക്കുകയാണെങ്കിൽ എന്തുണ്ടാവും? ഈ പറഞ്ഞ പോലെ രണ്ട് രാജ്യങ്ങൾക്കിടയിലുള്ള ആ ഫ്രണ്ട്ഷിപ്പ് ഇൻക്രീസ് ആവുന്നതിനോടൊപ്പം തന്നെ എന്തുകൂടെ കാണും? നമ്മുടെ ഈ ഗ്രീൻ ഹൈഡ്രജൻ, ബയോഫ്യൂൽ സെക്ടേഴ്സിലൊക്കെയുള്ള ആ ഒരു സ്ട്രെങ്ത്തും കൂടി ഇൻക്രീസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു പ്രോഗ്രാം ലോഞ്ച് ചെയ്തിട്ടുള്ളത്. മനസ്സിലായോ? ഏത് രണ്ട് രാജ്യങ്ങളായിരുന്നു? ഇന്ത്യന്റെ കൂടെ അക്കമ്പനി ചെയ്ത രാജ്യം പരാഗ്വേ ആണ്. പരാഗ്വേ പ്രസിഡന്റ് ആരാണ്? സാന്റിയാഗോ പെന എന്ന് പറയുന്ന വ്യക്തിയാണ്. ഓക്കെ, ഇവിടെ താഴെ നിങ്ങൾക്ക് ഓരോ പേജിന്റെ താഴെ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കാണാം. വിച്ച് സെക്ടേഴ്സ് ആർ ദ ഫോക്കസ് ഫോർ ഇന്ത്യ പരാഗ്വേ കോർപ്പറേഷൻ? ക്ലീൻ എനർജി, ഗ്രീൻ ഹൈഡ്രജൻ, ബയോഫ്യൂൽസ്, ഡിജിറ്റൽ ടെക്നോളജി, അഗ്രികൾച്ചർ, ഡിഫൻസ്, റെയിൽവേ ആൻഡ് സ്പേസ്. ഇതിന്റെ കൂടെ തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി ഇവിടുന്ന് ഫുള്ളായിട്ട് മാറ്റണം അല്ലെങ്കിൽ ഒഴിവാക്കണം എന്ന് കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മനസ്സിലായോ? അതായത് ഈ ഡ്രഗിന്റെ അല്ലെങ്കിൽ ഇല്ലീഗൽ ട്രാഫിക്കിംഗ് അങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ പ്രോപ്പർ ആയിട്ട് എന്താണ് അത് ഫുൾ മാറ്റണം, അല്ലെങ്കിൽ അത് ഫുൾ ഇവിടുന്ന് തുടച്ചു നീക്കണം എന്നുള്ള കാര്യങ്ങളെ പറ്റി കൂടെ ഇവർ എന്ത് ചെയ്തിട്ടുണ്ട്? ചർച്ച ചെയ്തിട്ടുണ്ട്. ക്ലിയർ? നെക്സ്റ്റ് വൺ. PKL ലെജൻഡ് പർദീപ് നർവാൾ റിട്ടയർസ് അറ്റ് 28. 28 വയസ്സിൽ PKL ലെജൻഡ് കബഡി പ്ലെയർ ആണ്. പുള്ളി എന്ത് ചെയ്തിട്ടുണ്ട്? പുള്ളി റിട്ടയർ ചെയ്തു. എത്രാമത്തെ വയസ്സിൽ? 28ാമത്തെ വയസ്സിൽ പുള്ളി റിട്ടയർ ചെയ്തു.
ഓക്കെ, PKL ലെജൻഡ്. പുള്ളിയുടെ പേരെന്താ? പർദീപ് നർവാൾ എന്നാണ്. സക്സസ്ഫുൾ പ്രോ കബഡി ലീഗ് പ്ലെയർ ആണ്, കബഡി പ്ലെയർ ആണ് ബേസിക്കലി. ഓക്കെ, 28ാമത്തെ വയസ്സിലാണ് പുള്ളി എന്ത് ചെയ്തത്? പുള്ളി അതിൽ നിന്ന് ബാക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി പുള്ളിയെ പറ്റി 1-2 കാര്യങ്ങളോട് അറിഞ്ഞിരിക്കുന്നത്, പ്രൊഫഷണൽ കബഡിയാണ് പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പുള്ളിക്ക് ഒരു ടൈറ്റിൽ ഉണ്ട്. ടൈറ്റിലിന്റെ പേരാണ് ഡബ്കി കിങ്. ഓക്കെ, ഡബ്കി കിങ് എന്ന് പറയുന്ന ടൈറ്റിൽ ഉണ്ട് പുള്ളിക്ക്. അതായത് പുള്ളി ഈ കബഡിക്കകത്ത് ഡബ്കി എന്ന് പറയുന്ന ഒരു മൂവ് ഉണ്ട്. ആ മൂവിന് ഭയങ്കര ഫേമസ്. പുള്ളി എപ്പോഴും ജയിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പുള്ളി എപ്പോഴും പ്രൊഫഷണൽ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മൂവാണ് ഈ ഡബ്കി എന്ന് പറയുന്ന മൂവ്. ഓക്കെ, സോ ആ മൂവ് ആണ് പുള്ളിയുടെ മെയിൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് എന്ത് പുള്ളിക്ക് ഡബ്കി കിങ് എന്ന് പറയുന്ന ആ ഒരു ടൈറ്റിൽ കിട്ടാൻ കാരണം. ഓക്കെ, ഇത് അത്യാവശ്യം ക്ലിയർ ആയിട്ട് പഠിച്ചു വെച്ചോളാം. നമ്മൾ ഈ കറുത്ത മുത്ത് എന്നൊക്കെ പറയില്ലേ, ഫുട്ബോളിന്റെ കറുത്ത മുത്ത് ആരാന്നൊക്കെ ചോദിക്കില്ലേ, അതുപോലെ തന്നെ ഡബ്കി കിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റാറ്റിക് ക്വസ്റ്റൻ ആണ്. പ്രത്യേകിച്ച് ഇദ്ദേഹം റിട്ടയർ ചെയ്തുകൊണ്ട് ഭാവിയിലുള്ള ഒരു കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റൻ ആയിട്ട് നമ്മൾ ഇതിനെ ട്രീറ്റ് ചെയ്യണം. ക്ലിയർ? ഓക്കെ, മൂവിംഗ് ഫോർവേഡ്. Germany's former foreign minister Baerbock elected UNGA president with strong support despite Russian opposition. റഷ്യന്റെ എതിർപ്പ് ഉണ്ടായിരുന്നെങ്കിലും അല്ലെങ്കിൽ റഷ്യന്റെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് എന്ത് ചെയ്തു? ജർമ്മനിയിലെ പണ്ടത്തെ ഫോറിൻ മിനിസ്റ്റർ, പണ്ടത്തെ എന്ന് വെച്ചാൽ 2021 തൊട്ട് 2025 വരെയാണ് പുള്ളിയുടെ ടേം വരുന്നത്. ഓക്കെ, ഈ പുള്ളിക്കാരി എന്ത് ചെയ്തിട്ടുണ്ട്? 2021 തൊട്ട് 2025 വരെ ജർമ്മനിയുടെ ഫോറിൻ മിനിസ്റ്റർ ആയിട്ട് അവിടെ ലീഡ് ചെയ്ത ആളായിരുന്നു. അതിനുശേഷം എന്ത് ചെയ്തു? ജൂൺ തൊട്ട് പുള്ളിക്കാരി എന്ത് ചെയ്തിട്ടുണ്ട്? UNGA, ഓക്കെ, ജനറൽ അസംബ്ലി അല്ലെ, യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലിയുടെ എന്ത് ചെയ്തു? പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പുള്ളിക്കാരിനെ കുറച്ചും കൂടി അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ജർമ്മനിയുടെ ഫോറിൻ മിനിസ്റ്റർ ആയിരുന്നു. പുള്ളിക്കാരന്റെ പേരെന്താണ്? ബോർബോക്ക് എന്നാണ് പുള്ളിക്കാരുടെ പേര്. സെലക്ടഡ് ആസ് പെർ ദ 80th സെഷൻ. കേട്ടോ, UNGAയുടെ 80ാമത്തെ സെഷനിലാണ് പുള്ളിക്കാരിനെ എന്ത് ചെയ്യുന്നത്? അവിടെ പ്രസിഡന്റ് ആയിട്ട് നിയമിക്കുന്നത്. ക്ലിയർ? പുള്ളിക്കാരി ആദ്യം എന്തായിരുന്നു? ജർമ്മനിയുടെ ഫോറിൻ മിനിസ്റ്റർ ആയിരുന്നു. ഇതിന് ഒപ്പോസ് ചെയ്ത രാജ്യം ഏതായിരുന്നു? റഷ്യ ആയിരുന്നു. ക്ലിയർ? ഇതൊക്കെ വളരെ റെലവെന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് കേട്ടോ. കാരണം അത്രയും മൈന്യൂട്ട് ആയിട്ടുള്ള സ്റ്റാറ്റിക് ഏരിയസിലോട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ വിട്ടുപോകാൻ ചാൻസ് ഉള്ള പോയിന്റ്സ് ആണ്. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ചു വെച്ചോളാം, പഠിച്ചു വെച്ചോളാം. നെക്സ്റ്റ് വൺ, ഇന്ത്യ ടു ബിൽഡ് ഇറ്റ്സ് ഫസ്റ്റ് പോളാർ റിസർച്ച് വെഹിക്കിൾ. നമ്മള് ഇൻഡിജിനസ് വെഹിക്കിൾ അല്ലെങ്കിൽ ഇൻഡിജിനസ് എയർക്രാഫ്റ്റിനെ പറ്റിയിട്ടൊക്കെ സ്ഥിരമായിട്ട് കേൾക്കുന്നതാണ് അല്ലെ. ഷിപ്പ് ക്രാഫ്റ്റിനെ പറ്റിയിട്ടൊക്കെ സ്ഥിരമായിട്ട് കേൾക്കുന്നതാണ്. ഇന്ത്യയുടെ ആർമി, നേവി, എയർഫോഴ്സുകളൊക്കെ പ്രോപ്പർ ആയിട്ട് ബോർഡേഴ്സിന് സെക്യൂർ ആക്കി വെക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ പറയുന്ന ഇൻഡിജിനസ് ആയിട്ടുള്ള എയർക്രാഫ്റ്റുകളും അല്ലെങ്കിൽ ഇൻഡിജിനസ് ആയിട്ടുള്ള ഷിപ്പ് ക്രാഫ്റ്റുകളും ഒക്കെ. സോ അങ്ങനത്തെ ഗണത്തിൽപ്പെടുന്ന ഒരെണ്ണമാണ് ഈ പറയുന്ന ഫസ്റ്റ് പോളാർ റിസർച്ച് വെഹിക്കിൾ. എന്തിനാണ് ഇത്? വാർ പർപ്പസിനാണോ യൂസ് ചെയ്യുന്നത്? അല്ല, വാർ പർപ്പസിനല്ല, റിസർച്ച് പർപ്പസിനാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന പോളാർ റിസർച്ച് വെഹിക്കിൾ യൂസ് ചെയ്യുന്നത്. എന്ത് വേണ്ടിയിട്ടാ? റിസർച്ച് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടാണ്. എവിടെയുള്ള റിസർച്ച് ആക്ടിവിറ്റീസ്? ഇന്ത്യയിൽ റിസർച്ച് നടത്താൻ ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ് അല്ലെങ്കിൽ ഒരുപാട് ഉപകരണങ്ങൾ വേറെയുമുണ്ട് അല്ലെ. സോ ഇങ്ങനെ ഒരു പുതിയൊരു ആദ്യമായിട്ട് ഒരു റിസർച്ച് വെഹിക്കിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അത് എന്തെങ്കിലും പ്രത്യേകത കാണും അല്ലെ. അത് പോളാർ റീജിയൻസ് അല്ലെ. പോളാർ എന്ന് പറയുമ്പോൾ എന്താ? സൗത്ത് പോളും ഉണ്ട്, നോർത്ത് പോളും ഉണ്ട്. ഈ നോർത്ത് ആൻഡ് സൗത്ത് പോളിലുള്ള റിസർച്ചുകൾ, അവിടുത്തെ കാര്യങ്ങളെ പറ്റി നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? ഇന്ത്യയുടെ ആദ്യത്തെ പോളാർ റിസർച്ച് വെഹിക്കിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത് ആരുടെ അണ്ടറിലാണ് ബിൽഡ് ചെയ്ത് വരുന്നത്? ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ലിമിറ്റഡ്, GRSC എന്ന് പറയുന്ന ഈ കമ്പനിയാണ് എന്ത് ചെയ്തത്? MOU സൈൻ ചെയ്തിട്ടുള്ളത്. MOU എന്ന് വെച്ചാൽ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് കേട്ടോ. മിനിസ്ട്രി ഓഫ് ഡിഫൻസുമായിട്ട് ഇവർ ഇങ്ങനെ ഒരു ധാരണയിൽ, ഇങ്ങനെ ഒരു അഗ്രിമെന്റിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ, സോ അവര് ഇന്ത്യയുടെ ആദ്യത്തെ പോളാർ റിസർച്ച് വെഹിക്കിൾ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? നോർത്ത് പോളിലും സൗത്ത് പോളിലും കാര്യങ്ങൾ നിരീക്ഷിക്കാൻ വേണ്ടി, റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യയുടെ ആദ്യത്തെ പോളാർ റിസർച്ച് വെഹിക്കിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ക്ലിയർ? ഇനി ഇത് നമ്മൾ എല്ലാവരും ഈവൻ കറണ്ട് അഫയേഴ്സ് ഫോളോ ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഈ കാര്യം എന്തായാലും വിട്ടുപോകാൻ ചാൻസ് വളരെ കുറവാണ്. ഇന്ത്യ ആദ്യത്തെ വേൾഡ്സ് ഹയസ്റ്റ് റെയിൽവേ ഓവർ ബ്രിഡ്ജ് അല്ലെ. വേൾഡ്സ് ഹയസ്റ്റ് റെയിൽവേ ബ്രിഡ്ജ് ഓവർ ചെനാബ് റിവറിന് കുറുകെ വേൾഡിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള ഒരു ഓവർ ബ്രിഡ്ജ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ചെനാബ് റിവർ എവിടെയാ വരുന്നത്? ജമ്മു കാശ്മീരിലൂടെ ഒഴുകുന്ന ചെനാബ് റിവറിന്റെ കുറുകെയാണ് ഇങ്ങനെയൊരു ഹയസ്റ്റ് റെയിൽവേ ബ്രിഡ്ജ് ഓവർ ചെനാബ് റിവർ ഇവർ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഇനി ഇന്ത്യൻ ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഇനാഗുറേറ്റ് ചെയ്യാൻ വേണ്ടി പോവാനിരിക്കുന്ന ബ്രിഡ്ജ് ആണെന്ത്? അഞ്ചി എന്ന് പറയുന്ന ഒരു ബ്രിഡ്ജ് കേട്ടോ. ഇതൊന്ന് ഓർത്തിരിക്കുക, ANJI കേട്ടോ. ഈ അഞ്ച് ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഇനി ഇനാഗുറേറ്റ് ചെയ്യാനിരിക്കുന്ന ബ്രിഡ്ജാണ്. PM മോദി ഇന്ത്യക്ക് വേണ്ടി സമർപ്പിക്കുമെന്നൊക്കെ കേൾക്കുന്നുണ്ട്. ഓക്കെ,
സോ വേൾഡിലെ തന്നെ ഹയസ്റ്റ് റെയിൽവേ ഓവർബ്രിഡ്ജ് എവിടെയാണ്? ഇന്ത്യയിൽ. ഏത് റിവറിന് കുറുകെയാണ്? ചെനാബ് റിവറിന് കുറുകെയാണ്. ക്ലിയർ? ഏത് സ്റ്റേറ്റിലൂടെയാണ് പാസ് ചെയ്യുന്നത്? ജമ്മു കാശ്മീരിലൂടെയാണ്, സ്റ്റേറ്റിലൂടെയാണ് പാസ് ചെയ്യുന്നത്. ഓക്കെ. ഇറ്റ് ഹോൾഡ്സ് ദ ഡിസ്റ്റിങ്ഷൻ ഓഫ് ബീങ് വേൾഡ്സ് ഹയസ്റ്റ് റെയിൽവേ ബ്രിഡ്ജ്. അതായത് ഇന്ത്യയിലുള്ള എഞ്ചിനീയേഴ്സിന്റെയും അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള ഈ വക ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഡെവലപ്മെന്റിന്റെയും ബോർഡർ റീജിയൻസിലുള്ള, നമ്മൾ നോർമലി ബോർഡർ റീജിയൻസിലൊക്കെ എന്തായിരിക്കും, അങ്ങനെ വലിയ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യത്തില്ല, കോൺസെൻട്രേഷൻ കൊടുക്കത്തില്ല. കാരണം എന്തൊക്കെ വന്നാലും ഒരു വോർ വന്നിട്ടുണ്ടെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾക്ക് ഡിസ്ട്രക്ട് ആവും എന്നുള്ളൊരു തോട്ടാണ് നോർമലി ഉണ്ടാവുന്നത്. പക്ഷെ അവിടെയും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യൻ ഡെവലപ്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, എക്സീഡ് ചെയ്യുന്നുണ്ട്. ക്ലിയർ? സോ അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യ എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനൊരു വേൾഡിലെ തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു റെയിൽവേ ഓവർ ബ്രിഡ്ജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വൺ, നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഒരു പോളണ്ടിന്റെ പ്രസിഡൻഷ്യൽ ഇലക്ഷനെ പറ്റി പറഞ്ഞില്ല, അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ് ഈ പറയുന്ന സൗത്ത് കൊറിയയിലെ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ. ലീ ജെ മ്യൂങ് എന്ന് പറയുന്ന വ്യക്തിയാണ് അവിടെ പുതിയ പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ക്ലിയർ? ആളുടെ പേരെന്തായിരുന്നു? ലീ ജെ മ്യൂങ്, കേട്ടോ, ഓഫ് ദ ഡെമോക്രാറ്റിക് പാർട്ടിയിലെ അംഗമായിരുന്നു അദ്ദേഹം. ഹി ഹാസ് ബീൻ ഇലക്ടഡ് ആസ് ദ ന്യൂ പ്രസിഡന്റ് ഓഫ് സൗത്ത് കൊറിയ. സൗത്ത് കൊറിയയിലെ പുതിയ പ്രസിഡന്റ് ആയിട്ട് പുള്ളിയെ നിയമിച്ചിട്ടുണ്ട്. ക്ലിയർ? നെക്സ്റ്റ് വൺ, ലാസ്റ്റ് പോയിന്റ് ആണ്, അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, നോക്കി വെച്ചോളാം. IIT ഡൽഹി ആൻഡ് എയിംസ് ഡൽഹി ടു എസ്റ്റാബ്ലിഷ്ഡ് സെന്റർ ഓഫ് എക്സലൻസ് ഫോർ AI ഇൻ ഹെൽത്ത് കെയർ. IIT ഡൽഹിയും എയിംസ് ഡൽഹിയും കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു AI യൂസ് ചെയ്തിട്ട് ഹെൽത്ത് കെയർ സെക്ടറിനെ ഇംപ്രൊവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സംഭവം സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സൈൻഡ് MOU IIT ഡൽഹിയും അതുപോലെ തന്നെ എയിംസ് ഡൽഹിയും കൂടിയാണ് എന്ത് ചെയ്തത്, ഇങ്ങനെ ഒരു മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. IIT ഡൽഹിയും അതുപോലെ തന്നെ എയിംസ് ഡൽഹിയുമാണ് ഇങ്ങനൊരു സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്തെടുത്തിട്ടുള്ളത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഹെൽത്ത് കെയർ സൊല്യൂഷൻസിനെ പ്രോപ്പർ ആയിട്ട് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സെന്റർ ഓഫ് എക്സലൻസ് ഫോർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇൻ ഹെൽത്ത് കെയർ. ഹെൽത്ത് കെയറിലും അല്ലെങ്കിൽ ഫാമിലി വെൽഫെയർ ബന്ധപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യുക, AI ഹെൽപ്പോടുകൂടി AI ടൂൾ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ പ്രോപ്പർ ആയിട്ട് പ്രോഗ്രസീവ് ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം, അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ AI വെച്ച് എന്തെല്ലാം ഡെവലപ്മെന്റുകൾ ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു MOU എന്ന് വെച്ചാൽ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് അല്ലെ, ഇങ്ങനൊരു MOU IIT ഡൽഹിയും എയിംസ് ഡൽഹിയും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇതിന്റെ മേജർ ഉദ്ദേശം എന്താണ്? ഡെവലപ്പ് AI ബേസ്ഡ് സൊല്യൂഷൻസ് ഫോർ നാഷണൽ ഹെൽത്ത് മിഷൻസ് അല്ലെ. നാഷണൽ ഹെൽത്ത് മിഷൻസ് നമുക്കറിയാം, ഓരോ സ്ഥലത്തും റൂറൽ ഏരിയാസിലൊക്കെ എന്തുണ്ടാവും, ഹെൽത്ത് സെന്റേഴ്സ് കാണും, അതുപോലെ മെഡിക്കൽ കോളേജസ് കാണും അല്ലെ, പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സും അതുപോലെ തന്നെ ഫാമിലി ഹെൽത്ത് സെന്റേഴ്സും ഒക്കെ കാണുമല്ലോ. സോ അങ്ങനത്തെ ഏരിയാസിലൊക്കെ ഈ നാഷണൽ ഹെൽത്ത് മിഷന് ഡെവലപ്മെന്റ് കൊണ്ടുവരാൻ വേണ്ടി AI ബേസ്ഡ് സൊല്യൂഷൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇവര് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഫംഗ്ഷൻ ആസ് എ നാഷണൽ ആൻഡ് ഗ്ലോബൽ റിസർച്ച് ഹബ്. ഓക്കെ. ഗ്ലോബൽ അല്ലെങ്കിൽ ആഗോള തലത്തിൽ കുറച്ചും കൂടി ഡെവലപ്ഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് പബ്ലിക്സിന് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ AI ബേസ്ഡ് സൊല്യൂഷൻസ് ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. സോ ഇതൊക്കെയാണ് എന്ത്, നമ്മുടെ ജൂൺ ഫസ്റ്റ് വീക്കിലുള്ള അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ വീണ്ടും പറയാണ്, ഇമ്പോർട്ടന്റ് ആണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ. സോ എന്ത് ചെയ്യാം, എല്ലാവരും ഇത് പ്രോപ്പർ ആയിട്ട് ഫോളോ ചെയ്ത് പോവാ. ഇവിടെ അങ്ങോട്ട് നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ ഫർദർ എന്ത് ചെയ്യാം, ജൂൺ സെക്കൻഡ് വീക്കിന്റെയും തേർഡ് വീക്കിന്റെയും ഒക്കെ ക്ലാസ്സസ് എടുത്ത് മുന്നോട്ട് പോകാം കേട്ടോ. സോ പ്രോപ്പർ ആയിട്ട് നോട്ട്സ് കീപ്പ് ചെയ്ത് പോവാം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.